ഇവിടെ കോൺഗ്രസും ലീഗും BJPയും ഒക്കെ ചേർന്ന് മത്സരിച്ച തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ കേരളത്തിൽ ഇതിനു മുമ്പും ഉണ്ടായിട്ടുള്ളതാണ്. അന്ന് പലപ്പോഴും മറ നീക്കി ജനങ്ങളോട് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടല്ല അത്തരം നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. അതെല്ലാം അണിയറയിൽ അവർക്ക് പറഞ്ഞു നിൽക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ചില വേഷം കെട്ടലോടുകൂടിയാണ് അത്തരം യോജിച്ച മത്സരങ്ങൾ അവർ നടത്തിയത്. പക്ഷേ അതെല്ലാം മാറ്റി നിർത്തി ഈ ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയും തരാതരം ഉപയോഗിക്കാൻ അതിന് കൃത്യമായ രീതിയിൽ അവർക്ക് തന്നെ ഞങ്ങൾക്കതിൻ്റെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു മാനസിക പ്രയാസവും ഇല്ലാതെ തന്നെ പറയാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തിയിട്ടുണ്ട്. അതാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും അവസാനം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞ വാക്കുകൾ. അപ്പോൾ ഇതടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ UDF ജനപിന്തുണ വർദ്ധിച്ചിരിക്കുന്നു എന്ന വാദം അടിസ്ഥാനപരമായിട്ട് തെറ്റാണ് എന്ന് കാണാൻ കഴിയും. അവരുടെ ജനപിന്തുണ കുറയുകയാണ് ചെയ്തത്. പിന്നെ ഗവൺമെൻറ് വിരുദ്ധ വികാരമാണ് പ്രകടിപ്പിക്കപ്പെട്ടത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഗവൺമെൻറ് വിരുദ്ധമായ ഒരു കാര്യവും ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഉന്നയിക്കാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് UDF സാധിച്ചിട്ടില്ല. അപ്പോൾ നിലമ്പൂർ അവർ ജയിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ജയിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വികാരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ വിജയമുണ്ടായത് എന്ന് പറയുന്നതിന് ഒരു തരത്തിലുള്ള അടിസ്ഥാനവും അവരുടെ മുമ്പിൽ ഇല്ല. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജനഹിതം മനസ്സിലാക്കി ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ആവശ്യമായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് അന്നും ഇന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തുടർ ഭരണത്തിലേക്കുള്ള നീക്കം തീർച്ചയായിട്ടും സാധ്യമാവുന്ന ഒന്നായിരിക്കും. അതിപ്പോഴും ചില നേതാക്കന്മാരിവിടെ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നത് എന്നൊക്കെ പറയുന്ന നില ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല രീതിയിൽ മുന്നേറാൻ സാധിക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലം ഇവിടെയും ബാധകമാണെന്നാണ് ഈ 66,660 വോട്ട് ലഭിക്കുന്നതിലൂടെ ഞങ്ങൾ അവസാനം അവിടെ മത്സരിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വോട്ട് നിങ്ങൾക്കെല്ലാം നല്ലതുപോലെ അറിയുന്നതാണ്. ആ വോട്ട് ഞങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ വോട്ട് ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും അവസാനം മത്സരിച്ച അൻവറിന് മുമ്പ് മത്സരിച്ച സ്ഥാനാർത്ഥി കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് അന്ന് 60,000-ഓളം വോട്ടാണ് കിട്ടിയത്. ഇപ്പോഴും 66,000-ലധികം വോട്ട് ലഭിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. പിന്നെ സ്വതന്ത്രൻ്റെ വോട്ട് കൂടി ചേർത്തുകൊണ്ടാണ് ജയിച്ചത്. രണ്ട് ടേമിലും അൻവറിന് ലഭിക്കുന്ന വോട്ട് കൂടി ചേർത്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ സാധിച്ചത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആ വോട്ടിൻ്റെ കുറവ് ഉണ്ടായിട്ടുണ്ട്. ആ വോട്ടിൻ്റെ കുറവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് സത്യമാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ വളരെ ഫലപ്രദമായിട്ട് തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഈ വിധിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയ ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു രാഷ്ട്രീയ പോരാട്ടം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂരിൽ തോറ്റെങ്കിലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇവിടെ ഇതിനു മുമ്പ് അവിടെ മത്സരിച്ചത് ആര്യാടൻ മുഹമ്മദ് 2000-ൽ മത്സരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ 42% വോട്ട് മാത്രമേ ഞങ്ങൾക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവസാനം മത്സരിച്ചത് അൻവറിന് മുമ്പ് മത്സരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിനേക്കാൾ കൂടുതൽ വോട്ടാണ് കിട്ടിയിരുന്നത്. നമ്പറല്ല പറയുന്നത്, ശതമാനം വോട്ടാണ് കിട്ടിയിരുന്നത്. ഇപ്പോഴും ഞങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ വോട്ട് നേടുന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വോട്ടുകൾ എങ്ങനെയൊക്കെയാണ് ഇനി പ്രതീക്ഷിച്ചതുപോലെ എങ്ങനെയാണ് കുറവുണ്ടായത് എന്നുൾപ്പെടെ അത് ഞങ്ങൾ പരിശോധിക്കാം. ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പരിശോധിക്കുകയും ചെയ്യാം. ഏതായാലും പാർട്ടിയുടെ രാഷ്ട്രീയ അടിത്തറ ഭദ്രമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലമ്പൂരിൻ്റെ വിധി വന്നപ്പോഴും ഉള്ള നമ്മുടെ ചിത്രം.